Da. Da. വെറുതെ ബെഡിൽ കിടന്ന് സമയം കളയുന്ന ഒരാളല്ലേ നിങ്ങൾ? ഇത് ഇമോഷണൽ ഷട്ട് ഡൗൺ ആണോ അതോ സെൽഫ് കെയർ ആണോ? ഇത് നമുക്ക് ബെഡ് റോട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു പ്രശ്നമാണോ അതോ സെൽഫ് കെയർ പോലെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ടിക്ടോക്കിലൂടെ ഫേമസ് ആയ വാക്കാണ് ബെഡിൽ കിടന്ന് അഴുകുക എന്നർത്ഥം വരുന്ന ബെഡ് റോട്ടിംഗ് എന്ന വാക്ക്. ഒരാൾ അയാളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് ഒന്നും പ്രൊഡക്റ്റീവ് ആവാതെ ബെഡിൽ കിടന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന സമയം സ്പെൻഡ് ചെയ്യുക എന്നതിനെയാണ് ബെഡ് റോട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നത്. ഇതിനെ സൈക്കോളജിക്കലി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ബ്രെയിൻ സർവൈവൽ മോഡിൽ യൂസ് ചെയ്യുന്ന ഫ്രീസ് റെസ്പോൺസുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരുപാട് ഓവർവെൽഡ് ആകുമ്പോൾ ബ്രെയിൻ ഒരു ഷട്ട് ഡൗൺ മോഡിലേക്ക് പോകും. അപ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നമ്മളൊരു ഡിസ്റെഗുലേറ്റഡ് നെർവ് സിസ്റ്റം റെസ്പോൺസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് ഡിപ്രഷൻ അതുപോലെ ബേൺ ഔട്ട് പോലത്തെ കണ്ടീഷനിലുള്ള ആളുകളിലും ബെഡ് റോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് അവർക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ അവർക്ക് അത് ത്രെട്ടനിങ് ആയിട്ട് തോന്നുമ്പോൾ അവർ ബെഡ് റോട്ടിംഗ് പോലത്തെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ വെറുതെ ഒരു കുറച്ച് ഓവർവെൽഡ് ആയിട്ട് തോന്നി കാര്യങ്ങളൊക്കെ ബോർ ആവുന്നു, അപ്പം സമയമുള്ളതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നു. അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്, പ്രിറ്റി ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഭയങ്കര പവർലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഒരു ആരോഗ്യമില്ല, ഒന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോബ്ലി അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. ഇനി ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങൾ ഇതൊരു ചോയ്സ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ ഇതാണോ ആകെയുള്ള ഓപ്ഷൻ എന്ന്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലോട് സംസാരിക്കുമല്ലോ.